യാത്ര യാത്ര എപ്പോഴും നമുക്ക് പുസ്തകത്തിനേക്കാൾ അല്ലെങ്കിൽ അതുക്കും മേലെ നമ്മൾ വായിച്ചറിഞ്ഞതിനേക്കാളും കൂടുതൽ നമുക്ക് അറിവും അല്ലെങ്കിൽ നമ്മുടെ അനുഭവങ്ങൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും പതിഞ്ഞിരിക്കുന്ന ഒന്നാണ്. സോ ഈ ഒരു ട്രാവൽ മെമ്മറി ജസ്റ്റ് ഒരു വീഡിയോ ആക്കി ഷെയർ ചെയ്യുന്നേ. ഇതെന്ന് പറയുന്നത് ഡെൻമാർക്കിലെ ഒഡൻസ് സൂ വിസിറ്റ് ചെയ്തപ്പം അവിടുന്ന് പകർത്തിയ ദൃശ്യങ്ങളെല്ലാം കൂടി കൂട്ടിച്ചേർത്ത് ഒരു വീഡിയോ ആക്കിയെന്നുള്ളൂ. ആ ഒരു പോയ സമയം ഒക്ടോബർ സീസൺ ആയതുകൊണ്ടും 2024 പോയത്, ഹാലോവീൻ സീസൺ ആയതുകൊണ്ട് സൂ മൊത്തം അവർ ഹാലോവീൻ ഡെക്കറേഷനാണ് ചെയ്തിരിക്കുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് ഇറ്റ് ടു ദ വീഡിയോ. ഒരാൾക്ക് 235 ക്രോണയാണ് ചാർജ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കുട്ടികൾക്ക് ഉണ്ടായിരുന്നില്ല റേറ്റ്, കാരണം അവർ 2 ഇയർ ബിലോ ആയതുകൊണ്ട്. ആദ്യം തന്നെ നമ്മൾ 2 ഗ്രിൽ ഡോർ തുറന്ന് കാണാൻ പോണത് കെങ്കാരോനെയാണ്. ഇവർ നമുക്ക് ഓൾറെഡി ഒരു ബുക്ക്ലെറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓരോ ആനിമൽസ് എവിടെയാണ്, വാഷ്റൂം എവിടെയാണെന്നൊക്കെ ഇൻഡിക്കേറ്റ് ചെയ്യണ ഒരു ബുക്ക്ലെറ്റ്. അപ്പോൾ അതിൽ നോക്കി നമുക്ക് വാക്ക് ചെയ്യാം. സോ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെങ്കാരു ഒക്കെ സുന്ദരമായിട്ട് അവിടെ കിടന്നുറങ്ങണം. ആരെയും ഒന്നും ഉപദ്രവിക്കണമെന്നില്ല, അങ്ങനെയല്ല, അങ്ങനെയൊന്നും ചെയ്യാണ്ട് അവിടെ ഇരിക്കണം. അപ്പോൾ ഞങ്ങൾ പ്രതീക്ഷിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു കൂട്ടിലൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ കുറച്ച് ഡിസ്റ്റൻസിലായിരിക്കും നമ്മൾ കണ്ടുപോകേണ്ടത്. ഇത് കണ്ടപ്പോൾ ഞങ്ങൾ നല്ല എക്സൈറ്റഡ് ആയി. അവിടെ സുഖസുന്ദരമായിട്ട് കിടന്നുറങ്ങുക, അല്ലെങ്കിൽ അവിടെ റെസ്റ്റ് എടുക്കണം. കങ്കാരുവിനൊക്കെ കണ്ട് അങ്ങനെ എക്സിറ്റിലൂടെ വീണ്ടും കടന്നു പോകുമ്പോൾ നമുക്ക് വീണ്ടും ഒരു ലേക്ക് വ്യൂവും പിന്നെ സീനിക് വ്യൂ ഒക്കെ കണ്ട് അങ്ങനെ ഒരു വഴി വെട്ടിയേക്കാണ്. പിന്നെ നമ്മൾ ഗോട്ടുകളുടെ ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു, ആടുകളുടെ, അത് ഇതിൽ വീഡിയോ പകർത്തിയിട്ടില്ല. പിന്നെ നമ്മൾ കാണുന്നത് ഒരു ടൈഗറിൻ്റെ കേവ് പോലെ ഉണ്ടാക്കി, അതിൻ്റെ ഉള്ളിൽ ടൈഗറാണ്. കുട്ടികൾ ഫീൽഡ് ട്രിപ്പിൻ്റെ ഭാഗമായിട്ട് സ്കൂളിൽ നിന്ന് വന്നിട്ടുള്ള കുട്ടികൾക്ക് അതിനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്, ഭയങ്കരമായിട്ട് ഫുഡൊക്കെ ഇട്ട് കൊടുത്തിട്ട്. ഇതിനാണെങ്കിൽ ഒരു ഓപ്പൺ ഏരിയ ഉണ്ട് ഈ ടൈഗറിന്. സോ ഇത് ഈ ക്ലോസ്ഡ് ഗ്ലാസിൻ്റെ ഏരിയയിൽ ഫുഡ് ഇട്ട് കൊടുത്ത് കുട്ടികൾക്ക് ഭയങ്കര നിയറായിട്ട് കാണാനായിട്ട് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഒന്നാണ്. കുറച്ച് നേരം ഞങ്ങളത് കണ്ടു നിന്നു. ഏഷ്യൻ ടൈഗറാണ്, പക്ഷേ ഇറ്റ് വാസ് സോ ഗുഡ് വാച്ചിങ് ഇറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ വിഷ്വലിൽ കാണുന്നേക്കാളും അടിപൊളിയായിരുന്നു നേരിട്ട് കണ്ടപ്പോൾ ഉള്ള എക്സ്പീരിയൻസ്. പിന്നെ ഈ കാണുന്നത് ക്യാമലാണ് കേട്ടോ. കണ്ടു കഴിഞ്ഞാൽ വേറെ എന്തോ ഒരു ജീവി പോലെ തോന്നും, പക്ഷേ ഈ തണുപ്പ് രാജ്യത്ത് അതിന് നല്ല ഫറൊക്കെ ഉണ്ട്, നമ്മുടെ ഒട്ടകം. സോ ഇങ്ങനെ ഓരോ ആനിമലിനെയും കാണാൻ പോകുമ്പോഴും നമുക്ക് അവർ നല്ല വഴികൾ അതുപോലെ ഇൻഡിക്കേഷനൊക്കെ വെച്ചിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് ഞങ്ങളൊരു അവരുണ്ടാക്കിയ ഇൻബിൽട്ടായിട്ടുള്ള വാട്ടർഫോൾ ഏരിയയുടെ അവിടെ മുഖത്തേക്കൊക്കെ വെള്ളം തെറിക്കുന്നുണ്ട്. അപ്പോൾ ആ ഏരിയയിൽ അവിടെ കഴിഞ്ഞപ്പം അവിടെ ആ ഒരു 12:30 ടൈമായിരുന്നു. അപ്പോൾ 8th ഷോ ഉണ്ടെന്ന് പറഞ്ഞു. അതിനെ അഴിച്ചിട്ടിട്ട് അതിൻ്റെ ആക്ടിവിറ്റി ടൈം പോലെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ അതിന് ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് വലിയ മരത്തടികളുകൊണ്ട് ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. അപ്പം ഈപ്പിന് കളിക്കാനായിട്ട് അതിനെ ഇറക്കി വിട്ടിട്ടുണ്ട്. അപ്പോൾ അത് ആനിമൽസ് അവർ ഓരോന്നായിട്ട് അവിടെ ഇവിടെയൊക്കെ ചെന്ന് ചിലർ ഫുഡ് കഴിക്കുന്നുണ്ട്, ചിലർ അതിന് ഞാന്ന് കളിക്കുന്നുണ്ട്. അങ്ങനെ നമുക്കത് കണ്ട് ആസ്വദിക്കാം. ഈ ഏപ്പിൻ്റെ വയലിൽ ഫുഡ് ഉണ്ട് കേട്ടോ. അവിടെ നിന്ന് സമാധാനമായിട്ട് ഫുഡ് കഴിക്കാൻ പോകും. കുറച്ച് നേരം ഞങ്ങൾ അതിന് വീഡിയോ എടുത്തു. അപ്പം അതിന് ഇഷ്ടപ്പെട്ടില്ല, കല്ലിൻ്റെ അപ്പുറത്തോ ഇരുന്നു. ശരിക്ക് ഏപ്പിനൊക്കെ എനിക്ക് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്, എൻ്റെ മനസ്സിൽ വന്നത് മാനത്തെ ഏപ്പ് മൂവി കണ്ടവരുണ്ടാവും, ആ ഒരു ഇതാണ് കേട്ടോ എനിക്ക് ഓർമ്മ വന്നത്. ഞങ്ങൾ കുറച്ച് നേരം അതിനെ അങ്ങനെ വായ നോക്കി നിന്ന് കണ്ടു. അതിന് നമ്മൾ നോക്കിപ്പോയി അവിടെ കുറച്ച് നേരം അതിൻ്റെ ആക്ടിവിറ്റീസ് കണ്ടോളൂ. ഞങ്ങൾ നിൽക്കണത് ഒരു ബ്രിഡ്ജ് പോലെ ഒരു ഏരിയ ഉണ്ടാക്കിയിട്ടാണ്. അവിടെ ഞാൻ പറഞ്ഞില്ല, ഓൾറെഡി ഒരു വാട്ടർഫോൾ ഉണ്ടാക്കി വെച്ചാണ്. അതിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഇങ്ങനെ തെറിച്ച് ആ ഒരു ഏരിയയിൽ നമ്മുടെ നല്ല മുഖത്തേക്ക് നന്നായി സ്പ്രിങ്കിൾ ചെയ്യുന്നുണ്ട്. ഉച്ച നേരമാണ്, അതുപോലെ തന്നെ തണുപ്പുമുണ്ട്. കണ്ടാൽ തോന്നും ഒരു സമ്മർ സീസണാണെന്ന്. കണ്ടാൽ സമ്മർ, പക്ഷേ തണുപ്പുണ്ട് നല്ലോണം ഈ ഏരിയയിലിരുന്ന്. പക്ഷെ റിഫ്രഷ്മെൻ്റ് ഉണ്ട് കേട്ടോ, കാരണം ഇങ്ങനെ തണുപ്പുള്ളതുകൊണ്ടാന്ന് തോന്നുന്നു, വേർക്കണമൊന്നുമില്ല നമ്മൾ. കുറച്ച് നേരം ഞങ്ങൾ ഇതിനെ കണ്ടിരുന്നു, കാരണം ഈ ഒരു ടൈമിൽ അതിനെ ഇറക്കി വിടുള്ളൂ.
കുറച്ച് നേരം അവിടെ ഞങ്ങൾ കണ്ട് ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം പിന്നെ ഞങ്ങൾ ആ ഒരു വാട്ടർഫോളില്ലേ അതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് കടന്നു പോയി മേലേക്കൊക്കെ കയറാം. ആ വാട്ടർഫോളിൻ്റെ മേലേക്ക് കയറിയപ്പോൾ നമുക്ക് ഈ ലയണും ലയണസും അതിൻ്റെ കുട്ടികളൊക്കെ ആയിട്ടുള്ള ഒരു ഏരിയ അപ്പർ വ്യൂ, അതായത് 1ാം നിലയിൽ നമ്മൾ കണ്ട എങ്ങനെ ഉണ്ടാവും അതുപോലെ ഒരു ഗുഹ രൂപേണ ഉണ്ടാക്കിയേക്കാണ് കേട്ടോ. ഇതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കയറുന്ന സമയത്ത് പിള്ളേരായിട്ട്. സോ അത് കുറച്ച് നേരം കഴിഞ്ഞ് ഇറങ്ങി കുറച്ച് പോയത് ബേർഡ്സിൻ്റെ സെക്ഷനായി. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേർഡിൻ്റെ ഫീഡിങ് ടൈമാണ്. അപ്പോൾ അവർ അത് പറഞ്ഞു കൊടുക്കുകയാണ്. ആ ഒരു മണി അടിച്ചു കഴിഞ്ഞാൽ അത് വെള്ളത്തിൻ്റെ ഇപ്പുറത്തേക്ക് വരും. ഫ്ലാമിംഗോയും പെല്ലിക്കണോ അങ്ങനെ 1, 2, 3 പക്ഷികൾ ഇതൊക്കെ ഉണ്ട് അതിൻ്റെ ഇടയിൽ കേട്ടോ. അങ്ങനെ അവർ അതിനെ മണി അടിച്ച് അതിപ്പോൾ അടുത്തേക്ക് വരും. അപ്പോൾ അവർ ഫുഡ് എറിയും എന്നൊക്കെ ഇവർ അവരുടെ ലാംഗ്വേജിൽ, ഡാനിഷ് ലാംഗ്വേജിൽ അവർ പറഞ്ഞു കൊടുക്കുകയാണ്. സോ നമ്മളും വെയിറ്റിംഗ് ആണ് കേട്ടോ. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ ഫുഡ് മണി അടിച്ചിട്ട് അതിന് ഫുഡ് എറിഞ്ഞു കൊടുക്കാൻ തുടങ്ങി. അപ്പോഴേക്കും ഓരോരുത്തരായിട്ട് അടുത്തേക്ക് വരാൻ തുടങ്ങി ഫുഡ് കഴിക്കാനായിട്ട്. അങ്ങനെ ഫ്ലാമിംഗോനൊക്കെ ഞങ്ങൾ കണ്ട് എക്സിറ്റിലൂടെ ഇറങ്ങി. വാഷ്റൂം ഉണ്ട് അതിൻ്റെ സൈഡിൽ. അതൊക്കെ പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ വാഴ നിൽക്കും. വാഴ ഈ നാട്ടിലും പിടിക്കും കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ക്ലോസ്ഡ് ഏരിയയിലേക്കാണ് വന്നത്. അവിടെയും ചെറുതായിട്ട് ആനിമൽസ് ഉണ്ട്. സോ സൈഡിൽ ഒരു നീളൻ കറുപ്പും വെള്ളയും വെറുങ്ങിറിഞ്ഞ പോലെ വാലായിട്ട്, വലിയ വാലായിട്ടൊരു അവിടെ ഇരുന്ന് ജനലിൻ്റെ പുറത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടോ. ഏതാണെന്നറിയോ? ഇതെന്ന് പറയുന്നത് ലെമർ എന്ന് പറഞ്ഞൊരു മൃഗമാണ്. മഡഗാസ്കറിലൊക്കെ കാണപ്പെടുന്ന ഒരു ആനിമൽ. നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട് കേട്ടോ. അത് ഒന്നും അവിടെ നിന്ന് അനങ്ങുന്നില്ല. എല്ലാവരിങ്ങനെ ചില്ലിങ് പോലെ ഉച്ച നേരം ആയതുകൊണ്ടായിരിക്കും. സോ അതിനൊക്കെ കണ്ടു കഴിഞ്ഞ് വീണ്ടും എക്സിറ്റിലൂടെ ഇറങ്ങി നെക്സ്റ്റ് ഒരു ഏരിയയിൽ, വാമായിട്ടുള്ളൊരു ഏരിയയിലേക്ക് അവർ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ഡോറ് കടന്ന് ചെല്ലുന്നത് ഈ വലിയ ആമകൾ ടോർട്ടോയ്സിൻ്റെ അടുത്തേക്കാണ്. വലിയ കല്ലൊക്കെ ഇരിക്കണ പോലെയാണ്. അത്രയും വലുപ്പമുള്ള ടോർട്ടോയ്സ് ഇതിൻ്റെ ഇടയിലുണ്ട്. ഈ ഏരിയ അങ്ങനെ വാമായിട്ട് സൂക്ഷിച്ചിരിക്കുകയാണ് അവർ. പുറമേ നിന്ന് ഇതിന് ഹാം ഇല്ലാണ്ട രീതിയിൽ ഇതിൻ്റെ ടെമ്പറേച്ചറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തേക്കുന്ന ഏരിയ. ഇതിൻ്റെ ഫീഡിങ് ടൈമൊക്കെ ഉണ്ട്. അപ്പോൾ അതല്ല, പിന്നെ ഓരോ ടോർട്ടോയ്സിനെ പറ്റിയും വായിച്ചു പോകാം. അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ കാണുന്നത് ജിറാഫിനെയും അതുപോലെ തന്നെ സീബ്രേനെയാണ്. ജിറാഫിൻ്റെ ഫുഡിങ് ടൈമാണ്. അതിന് നീളത്തിൽ മേലെ പുല്ല് കെട്ടി വെച്ച് കൊടുത്തേക്കാണ്. സോ ഈ ജിറാഫിനൊക്കെ ചില ദിവസം ഫീഡിങ് ഡേയ്സ് ഉണ്ട് കേട്ടോ. നേരിട്ട് നമുക്ക് ഹാൻഡ് ഫീഡ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ ഇന്ന ദിവസമല്ല. സോ അങ്ങനെ ആ ജിറാഫിൻ്റെ ആ ഒരു ഏരിയ എത്തുമ്പോൾ അതിൻ്റെ ഒരു സൈഡിൽ നമ്മൾ നേരത്തെ മേലേന്ന് കണ്ട ലയണും ലയണസും കുട്ടികളും ഒക്കെയുള്ള ആ ഒരു ഏരിയ മേലേന്ന് കണ്ടത് താഴ്ഭാഗം എത്തിയിട്ടോ. അത് നമുക്ക് ഇനിയിപ്പോൾ ഇവിടുന്ന് ഡയറക്റ്റ് വ്യൂ ആണ്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസ്റ്റോറൻറ്റിൻ്റെ ഏരിയയും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ബെഞ്ചുകളൊക്കെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഫുഡ് വേസ്റ്റ് ഇടാനുള്ള സംവിധാനം ഒക്കെ അതിൽ അവിടെ സൈഡിൽ ഉണ്ട്. അപ്പോൾ ഫുഡ് ഞങ്ങൾ ഓർഡർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഫുഡ് ഓർഡർ ചെയ്യാനായിട്ട് തൊട്ട് പിന്നിലാണ് കേട്ടോ എൻ്റെ റെസ്റ്റോറൻറ്റ്. അവിടെ കയറി കഴിഞ്ഞപ്പോൾ പിള്ളേർ ഒടുക്കത്തെ കരച്ചിൽ. അപ്പോൾ ഫുഡ് ഓർഡർ ചെയ്ത് അതിനൊരു 10 minutes വെയിറ്റിംഗ് ടൈം ഉണ്ട്. സാൻഡ്വിച്ചാണ് അവരുടെ ഓർഡർ ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ കപ്പ് കേക്ക് മേടിച്ച് പുറത്തിരുന്ന് കഴിക്കാൻ വേണ്ടി. സോ ഈ കപ്പ് കേക്ക് കണ്ടുകൂടി പിള്ളേർക്ക് ഇപ്പോൾ വേണമെന്നുള്ള ലെവലിൽ അവർ ഫുഡിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. കപ്പ് കേക്ക് ഒരു ചോക്ലേറ്റ് കപ്പ് കേക്കാണ്. അതിൻ്റെ മേലെ നമ്മുടെ ഈ ക്യാൻഡീസൊക്കെ ഇല്ലേ, അത് ഉരുക്കി ഒഴിച്ച് എങ്ങനെ ഉണ്ടാവും അതുപോലെ. അത് നല്ല കാഴ്ചയ്ക്കും ഭംഗിയുണ്ട്. അതുപോലെ കഴിക്കാം.
അത് കാഴ്ചയ്ക്കുള്ള പോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. സോ ഇവർ ഈ കഴിക്കണ നേരത്ത് ഫെബിൻ അതിനൊന്ന് അടുത്തുനിന്ന് വീഡിയോ എടുക്കാൻ പോയിട്ടാ, ലയണസിനെയൊക്കെ. അത് അവരും ഫുഡ് അടിക്കുന്ന ടൈമാണ്. കുറച്ച് പേര് അപ്പുറത്ത് കളിക്കുന്നുണ്ട്. ഇതിലത്രത്തോളം ക്ലിയർ ആവുമെന്ന് അറിയില്ല. എന്നാലും സോ അത് കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ ഫുഡ് എത്തിയിട്ടാണ്. ഒന്നുമില്ല, ഈ ഹോട്ട് ഡോഗ് ബ്രെഡിൻ്റെ ഇടയിൽ വെച്ചിട്ട് ഉണ്ടാക്കിയിരിക്കണത്. അവരുടെ അവിടെ അത് കോമൺ ആയിട്ട് ലഭ്യമായിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ. എല്ലാവിടെയും ഈ ഒരു ഹോട്ട് ഡോഗ് ബ്രെഡ് പോലത്തെ ഉണ്ട് കേട്ടോ. ബ്രെഡിൻ്റെ ഉള്ളിൽ ഹോട്ട് ഡോഗ് ഓൾറെഡി ഉള്ളത്. സോ ഫുഡ് ടൈം ആയതുകൊണ്ട് തന്നെ പിള്ളേർ പിന്നെ ഫുള്ള് ഫുഡിങ്ങിലായിരുന്നു കേട്ടോ. പിന്നെ ഇടയിലിടയിൽ വീഡിയോ എടുക്കുന്നുണ്ട്. സോ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ മെയിൻ ഐറ്റം എത്തി, മെയിൻ ഡിഷ്. അതായത് ഒരു സാൻഡ്വിച്ചാണ്. ഇതാണ് ഇവർക്ക് മെയിൻ ഫുഡ്. നമുക്ക് ചോറ് കറി കൂട്ടി കഴിക്കണ പോലെ ഈ ഒരു സാൻഡ്വിച്ച് കഴിച്ചാൽ അത്യാവശ്യം വയറ് നിറയും. ടോപ്പിങ്സ് വെജീസൊക്കെ വെച്ച് ചിക്കൻ്റെയും, ഒരാൾക്ക് ചിക്കൻ്റെയും ഒരാൾക്ക് ഫിഷിൻ്റെയും, ട്യൂണ അങ്ങനെ എന്തോ ഒരു ഇതിൻ്റെയും ഐറ്റമാണ് ഉണ്ടാക്കിയത്. ലാംഗ്വേജ് അവരുടെ ലാംഗ്വേജ് ആയിരുന്നു ഫുള്ള് പറഞ്ഞു പോകണം. അവർക്ക് ഇംഗ്ലീഷ് അറിയെങ്കിലും അവർ കൂടുതൽ അവരുടെ ലാംഗ്വേജിനെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഫുഡ് അടിക്കുക തന്നെയാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ ഈ സിംഹത്തിനൊക്കെ ഒന്നും കൂടി ഒന്ന് വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ. സോ ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് വീണ്ടും എനർജിയൊക്കെ ഒന്ന് റീഗെയിൻഡ് ആയത്. പിന്നെ നമ്മൾ വീണ്ടും ആ ഒരു റെസ്റ്റോറൻറ്റ് ഭാഗത്തുണ്ടായിരുന്ന ലയണും സീബ്രേനെയും ജിറാഫിനെയൊക്കെ ഒന്നും കൂടി കണ്ട് ആസ്വദിച്ചതിന് ശേഷം നമ്മൾ മൂവ് ചെയ്യാണ് കേട്ടോ. നെക്സ്റ്റ് ഇതുപോലെ തന്നെ ഇവർ റൂട്ട് മാപ്പ് അവിടെ വെച്ചിട്ടുണ്ട്. നമ്മൾ നിൽക്കണത് എവിടെയാണെന്ന് അറിയാനും ഇനി എവിടേക്കൊക്കെ പോകേണ്ടത് എല്ലാം അവരുടെ ലാംഗ്വേജിലാണ് എഴുതിയേക്കുന്നത്. സോ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഇത് കിട്ടും, ട്രാൻസ്ലേഷൻ കിട്ടും. അപ്പോൾ ആ പോണ വഴിയിൽ ഒരു ഭാഗത്ത് ഈ ഹാലോവീൻ്റെ ഭാഗമായിട്ട് ഇവർ നിറയെ പംകിൻ തൂക്കിയിടുന്നുണ്ട് അവിടെയുള്ള വർക്കർ. അതുപോലെ തന്നെ വേറൊരു സൈഡിൽ ഇതുപോലെ തന്നെ മരത്തിൻ്റെ മേലെ ബാറ്റിനെ, വവ്വാലിനെ തൂക്കിയിട്ടുണ്ട്, അതിൻ്റെ രൂപങ്ങൾ. ഈ കാണുന്നത് സാബിൾ ആൻറ്റിലോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആനിമലാണ് കേട്ടോ. ഇതിനെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ജസ്റ്റ് കണ്ടു എന്നുള്ളൂ. സോ ഇതിനെ കണ്ടു. നമ്മളിനി ഒരു ബ്രിഡ്ജാണ് നമുക്ക് കയറാനുള്ളത്. ആ പാലം കയറി പോകുമ്പോൾ അതിലും ഈ ഹാലോവീൻ്റെ ഡെക്കറേഷൻ്റെ ഭാഗമായിട്ട് കാക്കേനെ അവർ സ്കൾപ്ചറായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ അത് കണ്ട ഇറ്റ് ലുക്ക് സോ റിയൽ. ശരിക്കും കാക്കയുടെ രൂപം, കാക്കയെ റിയലായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. സോ ഈ പാലത്തിൻ്റെ മേലെ കൂടെ പോകുമ്പോൾ ഒരു സൈഡിൽ അവർ ഒരു ഓപ്പൺ ഗ്രൗണ്ട്, റൈറ്റ് സൈഡിലത്തെ ഭാഗം സിമെട്രി പോലെ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെയുള്ള ഓപ്പോസിറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡിലത്തെ ഭാഗം എന്ന് പറയുമ്പോൾ അവിടെ കൂടെ നമുക്ക് നടന്നു പോകുമ്പോൾ ഓസ്ട്രിച്ചിനെ കാണാം കേട്ടോ. ഈ ഓസ്ട്രിച്ച് ആണെങ്കിൽ ഭയങ്കര വെള്ളാമ്പിച്ചാണ് ഇരിക്കുന്നത്.
ക്ലൈമറ്റിൻ്റെ ആണോ അതോ ഇതിനി വേറെ ഏതെങ്കിലും ഒരു തരം ഓസ്ട്രിച്ച് ആണോ എന്ന് അറിയില്ല. അതുപോലെ തന്നെ ഓസ്ട്രിച്ചിൻ്റെ തൊട്ടപ്പുറത്ത് കാണുന്നത് ആൽപ്പാക്ക എന്ന് പറഞ്ഞിട്ടുള്ള ആനിമലാണ്. ഗോട്ടിൻ്റെയൊക്കെ പോലെ ഉള്ള വേറെ എന്തൊരു രൂപേണയുള്ളൊരു ആനിമൽ. അത് 3-4 ഉണ്ട്, ഷെയ്ഡ്സ് ഉണ്ട് അതിൻ്റെ. ബ്രൗണ്, ബ്ലാക്ക്, ക്രീം, വൈറ്റ് ഒക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ കേട്ടോ. സോ ഈ ഒരു സൂവിൽ വന്നിട്ട് ഇന്നേ വരെ കാണാത്ത പലതരം ആനിമൽസിനെയും കണ്ടുപോയിട്ടാണ്. ഈ ആൽപ്പാക്കയുടെ ഫറൊക്കെ ഈ തണുപ്പ് രാജ്യത്ത് അവർ കോട്ടുണ്ടാക്കാനും അതുപോലെ ഹാറ്റ് ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കുന്നതായിട്ട് കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ആൽപ്പാക്കേനെ നമ്മൾ നേരിട്ട് കാണും. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ബോഡി ആടിൻ്റെ പോലെയും ഇതിൻ്റെ കഴുത്ത് പക്ഷേ ഭയങ്കര നീണ്ടിട്ട്, പിന്നെ മുഖമാണെങ്കിലും ആടിൻ്റെ ഒക്കെ പോലത്തെ ഒരു ലുക്ക് കേട്ടോ. ക്യൂട്ട് ലുക്കിംഗ് ഫേസ് ഒക്കെ ആയിട്ടുള്ള ഒരു ആനിമലാണ് ആൽപ്പാക്ക. സോ അതിനൊക്കെ കണ്ടു. അങ്ങനെ നമ്മൾ ആ പാലം ഇറങ്ങി വീണ്ടും ഒരു ഓപ്പൺ ഏരിയയിലേക്ക് പോകുമ്പോൾ വേറൊരു സൈഡിൽ ഈ കുരങ്ങൻ തന്നെ, പക്ഷെ ഇത് എന്ത് തരാമെന്ന് അറിയില്ല. വളരെ ചെറിയ കുരങ്ങന്മാരാണ് കേട്ടോ. ഗോൾഡനിഷ് ബോഡിയും ബ്ലാക്ക് ഹെഡും ഒക്കെ ആയിട്ട് ഭയങ്കര ചെറുതെന്ന് പറഞ്ഞാൽ അത്രയും ചെറുതാണ് കേട്ടോ. ഇതിങ്ങനെ സൂം ചെയ്തുകൊണ്ടാണത്. ആ കാണുന്ന കൂട് കണ്ടോ, ആ കൂട്ടിലേക്ക് ഇറങ്ങി അത് ആപ്പിൾ കഴിക്കണം. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ വലിപ്പമൊന്നും മനസ്സിലാക്കാമല്ലോ, അത്രയും ചെറുതാണ്. ഭയങ്കര സ്മോൾ ഫേസ്ഡും സ്മോൾ ബോഡിയുമായിട്ടുള്ള ഈ കുരങ്ങൻ, ഭയങ്കര നീണ്ട വാല് കേട്ടോ. ഇത് എന്ത് കുരങ്ങനാണെന്ന് അറിയുമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബിലോ. തൊട്ട് സൈഡിൽ തന്നെ ഇങ്ങനെ ഒരു ഹാങ്ങിങ് ബ്രിഡ്ജ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് ഇങ്ങനെ ട്രീ ഹൗസിലേക്ക് കയറി പോണ പോലെ കയറി ചെന്ന് ആ മരത്തിൻ്റെ അവിടുന്ന് ഒരു ഹാങ്ങിങ് ബ്രിഡ്ജ്, വേറൊരു ഹാങ്ങിങ് ബ്രിഡ്ജ് കണക്ട് ചെയ്ത് 360 ഡിഗ്രിയിൽ നമുക്ക് നടന്നിട്ട് വരാം. ഈ ഹാങ്ങിങ് ബ്രിഡ്ജ് എന്ന് പറയുമ്പോൾ ആ ഇളക്കുള്ള ഒരു പാലം തന്നെ കേട്ടോ. അതിനെ കണക്ട് ചെയ്തിട്ട് ആ ഓരോ മരത്തിൻ്റെ അവിടുന്ന് നമുക്ക് വ്യൂ കണ്ടുവരാം. ഇതിൻ്റെ ഒരു സൈഡ് സൂം, വേറൊരു പാത്ത് വേയിൽ ആൾക്കാർക്ക് നടക്കാനുള്ള നേച്ചുറൽ ആയിട്ടുള്ളൊരു ഏരിയ, ജോഗിങ് ഒക്കെ ചെയ്യുന്നത് കാണാം വേറൊരു പാത്ത് വേയിൽ. അങ്ങനെ അതെല്ലാം കണ്ടുവരാം. ഇതൊരു എന്താ പറയുക, ഉയരങ്ങൾ പേടിയുള്ളവർക്ക് ട്രൈ ചെയ്യാൻ പറ്റിയൊരു സംഭവം കേട്ടോ. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ളൊരു ഏരിയയിലേക്ക് പോകുമ്പോൾ അവിടെ പക്ഷികളുണ്ട്. അതുപോലെ തന്നെ കാപ്പിബാറ എന്ന് പറഞ്ഞ റോഡൻ്റ് ആണ് കേട്ടോ, ലാർജസ്റ്റ് ആയിട്ടുള്ള റോഡൻ്റ്. സോ അതിനൊക്കെ കണ്ടു. പിന്നെ ഈ ഒരു ഏരിയ ക്ലോസ്ഡ് ആയിട്ട് നെറ്റൊക്കെ ഇട്ട് വെച്ചേക്കാണ്. അതായത് കിളികളും ഇതിൽ ഓപ്പൺ ആയിട്ട് അവർ വിട്ടിട്ടുണ്ട്. അവിടെ ഇവിടെയൊക്കെ അതിങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഈ കാണുന്നത് ഒരു റെഡിഷ് ഓറഞ്ചിഷ് ഒക്കെ ആയിട്ടുള്ള ഒരു പക്ഷി, കാണാൻ നല്ല ഭംഗിയുണ്ട്. സോ നല്ല നീളം ബീക്കായിട്ട്, ഇതറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെ വേറെയും പലതരം പക്ഷികളുണ്ട് കേട്ടോ. പിന്നെ ഈ ഒളിച്ചിരിക്കുന്ന കുട്ടനെ കണ്ട മാസ്കോ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ തത്തമ്മയുടെ രൂപേണയുള്ള അതിൻ്റെ വലിയ ഫോം, പച്ചയും ചുമപ്പും നീലയും ഒക്കെ ആയിട്ടുള്ള മുഖത്തോടുകൂടി വാലും മുഖമൊക്കെ ആയിട്ടുള്ള ഒരു ജീവി, അതവിടെ കിടന്ന് ഒച്ച ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. സോ ഇതിനെ ഇങ്ങനെ ഒരു ഓപ്പൺ ഏരിയ ആണ് കേട്ടോ. ഇതിങ്ങനെ അതായത് കൂടാരമൊന്നും ഇല്ല ഇതിന്, നമ്മളതും തമ്മിൽ വോക്ക് ചെയ്ത് കാണാം. പിന്നെ ഇതുപോലെ തന്നെ അതിനെ കണ്ടു കഴിഞ്ഞ് വീണ്ടും നമ്മൾ ആ ഒരു എക്സിറ്റിലൂടെ പോവാണ് കേട്ടോ. ഇതൊക്കെ ഇങ്ങനെ അവർ വാമായിട്ട് സൂക്ഷിച്ചിരിക്കുകയാണ് കേട്ടോ.
നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ഒന്നും കൂടിയും വാമും മിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് കേട്ടോ. ഇവിടെ ഭയങ്കര എന്താ പറയുക, മിസ്റ്റ് പോലെ അങ്ങനത്തെ ഒരു ക്ലൈമറ്റാണ് അവർ, ട്രോപ്പിക്കൽ ഫോറസ്റ്റ് പോലെ അവർ മെയിൻറ്റെയിൻ ചെയ്തേക്കാണ് ഈ ഏരിയ. ഇതിൻ്റെ ഒരു സൈഡിൽ പൈത്തൺ ഉണ്ട്, പാമ്പ്, അത് ഗ്ലാസിൻ്റെ ഉള്ളിലാണ് കേട്ടോ, സെക്യൂർഡായിട്ട് അവർ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ ഈ ജുറാസിക് പാർക്കൊക്കെ പോയി അതുപോലത്തെ ഫീലാട്ടോ. മറ്റേ നമ്മുടെ നാട്ടിലെ ബനിയൻ ട്രീയുടെ ആ ഒരു ഇതൊക്കെ അവിടെ ഉണ്ട്. ഫേണ്, വലിയ ഫേണ്, പിന്നെ താഴെ കൂടെ മത്സ്യങ്ങൾ. ഒരു വണ്ടർലാൻഡിൽ പോയ ഫീലായിരുന്നു ഈ ട്രോപ്പിക്കൽ ഏരിയയിലേക്ക് കടന്നപ്പോൾ. ഇപ്പോൾ ഓൺ ദ സീലാണ് കേട്ടോ. എന്ത് ഒരു ഭംഗിയാണല്ലേ, ഇങ്ങനെ കറങ്ങി തിരിഞ്ഞിട്ടത് പോകണം. റൂട്ട്സ് പോലെ അവരിങ്ങനെ ആ ഒരു ഏരിയ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുകയാണ് കേട്ടോ. എന്താ പറയുക, നല്ല ട്രോപ്പിക്കൽ എൻവയോൺമെൻറ്റ്. ഇങ്ങനെ വെള്ളം ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ മിസ്റ്റ് പോലെ നമ്മുടെ ഫോണൊക്കെ ഇങ്ങനെ ഫോഗി ആവുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഒരു ജുറാസിക് പാർക്ക് ഫീല്. നിറയെ ചെടികളുണ്ട്. അങ്ങനെ ആ ഒരു ഏരിയ മെയിൻറ്റെയിൻ ചെയ്തേക്കാണ്. ലൈറ്റിംഗ് ഒക്കെ കണ്ടോ മേലെ അവർ കൊടുത്തേക്കുന്നത്. ഇത് ശരിക്കുള്ള സൂര്യപ്രകാശമല്ല, അവരങ്ങനെ ആ ഒരു ഏരിയനെ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചേക്കാണ് കേട്ടോ. പിന്നെ ഈ കിടക്കണ ഈ വണ്ടൻ പാമ്പ് എന്തായിരിക്കും? യെസ്, ഇറ്റ് ഈസ് അന്നക്കൊണ്ട. ഡെമോ അങ്ങനെ നമ്മൾ ഈ സിനിമയിലൊക്കെ അന്നക്കൊണ്ട ദ മൂവി എന്നൊക്കെ കണ്ട പോലെ ഇതിൻ്റെ അന്നക്കൊണ്ടേനെയാണ് ഈ കാണുന്നത് കേട്ടോ. ഇത് ഇങ്ങനെ അതിൻ്റെ തലഭാഗം വെള്ളത്തിലേക്ക് താഴ്ത്തി വെച്ചിരിക്കുകയാണ് കേട്ടോ. അതിൻ്റെ ആ വലിപ്പം കണ്ടോ നിങ്ങൾ? അന്നക്കൊണ്ടയുടെ വ്യൂ ഒന്നും കൂടി നോക്കുകയാണ് കേട്ടോ. എൻ്റെ ഹെഡ് അത് വെള്ളത്തിലേക്ക് ഇറക്കി വെച്ചേക്കാണ് കേട്ടോ. അതാണ് അവിടെ കാണുന്നതാണ് എൻ്റെ ഹെഡ് ഭാഗം. സോ എന്താ അല്ലേ, ഇതിൻ്റെ അപ്പർ വ്യൂവും ഇവർ നമുക്ക് കാണാനായിട്ട് യോഗ്യമായിട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ താഴ്ഭാഗത്തിൽ കൂടി നമുക്ക് ഗ്ലാസ്സിലൂടെ ഇതിനെ കാണാം. നമ്മൾ നേരത്തെ മേലെ കണ്ട ആനിമൽസിൽ തന്നെയാണ് നമ്മൾ ഇറങ്ങി പോകുമ്പോൾ താഴത്തെ വ്യൂ ഗ്ലാസ്സാക്കി വെച്ചിട്ട്. ഇത് ആ പിരാന എന്ന് പറഞ്ഞിട്ടുള്ള ഫിഷാണ് കേട്ടോ. ഭയങ്കര അഗ്രസീവായിട്ടുള്ളത് ആ ഫിഷിനെയാണ് ഈ കാണുന്നത്. പക്ഷെ നമ്മൾ നേരത്തെ മേലെ നിന്ന് കണ്ട വ്യൂ ആണ് ഇപ്പം നമ്മൾ താഴേക്കൂടെ ഇറങ്ങി പോകുമ്പോൾ ഈ കാണുന്നത്. ഫുള്ള് ഗ്ലാസ്സിൽ നമ്മൾ നേരത്തെ മേലെ കൂടെ പോയിരുന്ന ആ സീലിനെയൊക്കെയാണ് ഇപ്പോൾ ഈ ലോവർ പോർഷനിൽ, അതായത് എല്ലാ ഭാഗവും അവർ നമുക്ക് കാഴ്ച യോഗ്യമായിട്ട് വെച്ചേക്കാണ് കേട്ടോ. സോ എന്താ അല്ലേ, സോ ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഇത് നേരിട്ട് കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതിൻ്റെ ശബ്ദത്തോട് കൂടിയിട്ടാണ് കേട്ടോ. ഇത് തിരിയണ കണ്ടോ?
ഇങ്ങനെ അത് കണ്ട് പോകുമ്പോൾ നെക്സ്റ്റ് ഒരു ഏരിയയിൽ ഈ കാണുന്നത് മുതലയാണെന്ന് തോന്നുന്നു കേട്ടോ. പക്ഷെ അതിനേക്കാളും ചെറുതാണ്, ചീങ്കണ്ണിയാണാവോ. സോ അതിനെ കണ്ടു. അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ നെക്സ്റ്റ് ഏരിയയ്ക്ക് പോകണം കേട്ടോ. അപ്പോൾ ആ പോണത് അവർ കണ്ട ഭയങ്കര ഭംഗിയിൽ മറ്റേ ഹാലോവീൻ ഡെക്കറേഷനൊക്കെ ചെയ്ത് വെച്ചേക്കാണ് കേട്ടോ. ഇനി പോണത് ഒരു തണുത്ത ഏരിയയിലേക്കാണ്, അന്റാർട്ടിക്കയുടെ ഫീൽ കിട്ടുന്നത്. അവിടെ നമ്മൾ കാണുന്നത് റിയൽ ആയിട്ടുള്ള പെൻഗ്വിനെ. സോ അന്റാർട്ടിക്കയിലൊന്നും പോകാണ്ട് തന്നെ നമുക്ക് പെൻഗ്വിനെ കാണാൻ പറ്റിയിരിക്കുന്നു സുഹൃത്തുക്കളെ. സോ ഇതിൽ ഭയങ്കര 2-3 തരം ത്തിലുള്ള പെൻഗ്വിനുണ്ട്. അതിൻ്റെ ശബ്ദമൊക്കെ നമുക്ക് അവിടെ നിന്ന് ലിസൺ ചെയ്യാൻ പറ്റും കേട്ടോ. ഈ വീഡിയോയിൽ അതിപ്പോൾ ഇല്ല, അത് എഡിറ്റഡായി. ബട്ട് റിയലി വേണമെങ്കിൽ ചിലപ്പോൾ ഇത് ഷോർട്സിലിടാം കേട്ടോ. ആ ശബ്ദം ഒക്കെ നമുക്ക് കേൾക്കാം. അവർ ആ ഏരിയ അന്റാർട്ടിക്ക പോലെ ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കാണ് കേട്ടോ. ആ ഒരു ക്ലൈമറ്റ്, അതായത് തണുത്ത ഏരിയ പോലെ അവർ സെറ്റ് ചെയ്തേക്കാണ്. വെള്ളം, അതുപോലെ തന്നെ മേലെ ആ ഒരു അന്റാർട്ടിക്കയിലൊക്കെ കാണുന്ന പോലത്തെ ആ പ്രകാശം കണ്ടോ. ഇതൊക്കെ അതായത് നാച്ചുറൽ അല്ല, അവരുണ്ടാക്കിയേക്കുന്നതാണ് ആ ഒരു പെൻഗ്വിന് ആ ഒരു ഫീല് കിട്ടാനായിട്ട്. അത് മാറിയെന്ന് തോന്നാണ്ടിരിക്കാൻ ഇതെല്ലാം ഇങ്ങനെ നിൽക്കണുണ്ടോ. സോ ഈ കാണുന്നത് നല്ല വലിയ പെൻഗ്വിൻസ് ആണ് കേട്ടോ. സോ അതിൻ്റെ അടുത്ത് തന്നെ ഈ കാണുന്ന ആൾക്കാരെ കണ്ട മുടിയൊക്കെ ആയിട്ട് മെഡഗാസ്കർ മൂവിയിലൊക്കെ ഇങ്ങനെ ഉണ്ട്, ഇങ്ങനത്തെ പെൻഗ്വിൻസ് ഉണ്ട്. സോ അങ്ങനെ ചെവിയുടെ സൈഡിൽ നിന്ന് 2 സൈഡിലും യെല്ലോ മുടിയൊക്കെ ആയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ 2-3 തരം സ്പീഷീസ്, വേറെ തരം പെൻഗ്വിൻസ് ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഈ കുഞ്ഞനായിട്ടുള്ള പെൻഗ്വിൻ കുട്ടീനെയും ഇതിൽ കാണുന്നുണ്ട്, ബ്രൗണിഷ് ആയിട്ട് കേട്ടോ. അതിങ്ങനെ കരയണൊക്കെ ഉണ്ട് കേട്ടോ. ഞാനത് ഷോർട്സിൽ ഷെയർ ചെയ്യാം. കണ്ടോ, ആ കാണുന്നുണ്ടോ കുഞ്ഞൻ, വേറൊരു കളറ് ബ്രൗൺ. അതിനിങ്ങനെ ഒരു വേറൊരു അമ്മ പെൻഗ്വിനാണോന്ന് അറിയില്ല, എൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഭയങ്കര സൈലൻ്റ് ആണ് കേട്ടോ ഈ ഒരു ഏരിയ. അതുപോലെ തന്നെ ആ ഒരു എല്ലാം ഭയങ്കര പീസ്ഫുൾ ഒരു ലുക്കും എല്ലാം ആണ് കേട്ടോ ഈ ഒരു ഏരിയ. സോ ഈ പെൻഗ്വിൻസിനെ കണ്ടപ്പോൾ എന്നെ വല്ലാണ്ട് ആകർഷിച്ചത് ഇവരുടെ നിപ്പാണ് കേട്ടോ. ഈ സോൾജേഴ്സ് ഗാർഡ് ചെയ്യാൻ നിൽക്കണ പോലെ എല്ലാം ലണ്ടൻ മണ്ടൻ സ്റ്റാച്യു എന്ന് പറയണ പോലെയാ അങ്ങനെ നിൽക്കണേ. അതിൽ ഈ കുഞ്ഞൻ പെൻഗ്വിൻ കരയണമൊക്കെ ഉണ്ട് കേട്ടോ. സോ പെൻഗ്വിൻ്റെ അവിടെ ഇങ്ങനെ ഒരു പസിൽ സോൾവിങ് സംഭവങ്ങളൊക്കെ ഉണ്ട്. അതിനുശേഷം അതിൽ ഇതുപോലെ തന്നെ താഴേക്ക് ഇറങ്ങി ചെന്ന് ഒരു ഇരുന്ന് വാച്ച് ചെയ്യണ പോലത്തെ ഒരു ഏരിയ. അതായത് നമ്മൾ മേലേന്ന് കണ്ട വ്യൂ വെള്ളത്തിൻ്റെ അടിയിൽ കൂടെ നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ ഒരു പെൻഗ്വിൻ നീന്തണം ഉണ്ടാവും. സോ അങ്ങനെ നമുക്ക് അവിടെ ഇരുന്ന് റിലാക്സ് ചെയ്ത് കണ്ടുപോകാൻ പറ്റുന്ന രീതിയിൽ അവിടെ അത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ദേ ഒരാൾ നീന്തണം, ദേ പോണം. സോ ഈ ജീവിനെ അറിയാവുന്നവർ കമൻറ്റ് ചെയ്യൂ കേട്ടോ. ഇതാണോ ഓട്ടർ എന്ന് പറഞ്ഞ ജീവിയാണോ? ഇഫ് യു നോ ജസ്റ്റ് കമൻറ്റ് ബിലോ. അതൊക്കെ കഴിഞ്ഞ് വീണ്ടും നടന്നു പോകുമ്പോൾ നമുക്കിങ്ങനൊരു നീല കളറ്, കടും നീല കളർ ഒരു പക്ഷി, തത്തയുടെ ഒക്കെ കൂട്ട്, മാസ്കോയിൻ്റെ ഒക്കെ ഒരു കൂട്ട്, അതിൻ്റെ പോലെയൊക്കെ തോന്നിക്കുന്ന രീതിയിലുള്ള ഹയാസിന്ത് എന്നാണ് ആ പക്ഷീനെ അവരവിടെ എഴുതി വെച്ചേക്കുന്ന പേര്.
നമ്മൾ ആദ്യം കണ്ട ആ ടൈഗറില്ലേ, അതിൻ്റെ ക്ലോസ്ഡ് ആ ഗുഹയുടെ ഭാഗമല്ലേ കണ്ടത്. പിന്നെ നമ്മൾ നടന്ന് തിരിച്ചു പോകുമ്പോൾ നമുക്ക് അതിൻ്റെ ഓപ്പൺ ഏരിയ കാണാം കേട്ടോ. അവിടെ ഇതിന് ഒരു മൃഗത്തെ കെട്ടിയിട്ടിട്ടുണ്ട്, അത് കുറച്ച് ഭക്ഷിച്ചിട്ടുണ്ട്. ടൈഗർ ഭക്ഷണമൊക്കെ കഴിച്ച് അവിടെ റെസ്റ്റ് ചെയ്യാണ് കേട്ടോ. അത് കഴിഞ്ഞ് പോകുമ്പോൾ ഇങ്ങനെ ഒരു നല്ല കൊമ്പുള്ള റെയിൻഡിയർ ആണോ എന്ന് തോന്നുന്നു, അതിനെ കണ്ടു. അതിൽ ചിലത് അടികൂടി കളിക്കണ്ടായിരുന്നു കൊമ്പുകൊണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ വീണ്ടും തിരിച്ച് കുറച്ച് ദൂരം നടക്കുമ്പോൾ ഞങ്ങൾ നേരത്തെ പറഞ്ഞ ഗോട്ടിനെ നമ്മൾ എടുത്തില്ല എന്ന് പറഞ്ഞില്ലേ, അതന്നെയാണ് ഈ കാണുന്നത് കേട്ടോ. ഞങ്ങൾ വന്ന സമയത്ത് ഈ സ്ഥലത്തൊക്കെ ഗോട്ട് ഇങ്ങനെ ക്രൗഡായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഡോർ തുറന്ന് നമുക്ക് അതിൻ്റെ ഉള്ളിൽ ചെന്ന് അതിനെ തൊടുകയൊക്കെ ചെയ്യാം. ഇപ്പോൾ ഈവനിങ് ടൈം ആയതുകൊണ്ട് തന്നെ അത് കുറേയൊക്കെ കൂട്ടിലേക്ക് കയറി നിൽക്കുകയാണ് കേട്ടോ, കുറേ പേരൊക്കെ. പിന്നെ നമ്മൾ തിരിച്ച് കയറുന്ന വഴിക്ക് റെഡ് പാൻഡേനെയും കണ്ടിട്ടുണ്ടായിരുന്നു, മരത്തിൻ്റെ മുകളിൽ അത് ഉറങ്ങാണ്. സോ വീഡിയോയിൽ അങ്ങനെ പിടിക്കാൻ പറ്റിയില്ല. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ വീണ്ടും നമ്മുടെ സ്റ്റാർട്ടിങ് പോയിന്റിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. എക്സിറ്റ് ആവാറായി. സോ ഈ എക്സിറ്റിൻ്റെ അവിടെ അന്ന് ഇവിടെ ഹാലോവീൻ്റെ സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് അവിടെ വിച്ചിൻ്റെ വേഷമൊക്കെ കെട്ടി കുറേ പേര് അതിൻ്റെ എന്താ പറയുക ഷോ ഉണ്ടായിരുന്നു അവിടെ. കുറച്ച് നേരം നമ്മൾ കണ്ടു, കാരണം നമുക്കൊന്നും മനസ്സിലാവില്ല, എല്ലാവിധ ലാംഗ്വേജിലാണ് അവർ പറയണതും പാടുന്നതും എല്ലാം. സോ അതെല്ലാം കണ്ടു കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിയപ്പോൾ ഇവിടെ ഉള്ളത് ഈ സോവിനിയർ ഷോപ്പാണ് കേട്ടോ. നമുക്ക് അതിൻ്റെ മെമ്മറിക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും മേടിക്കാം. സോ ദാറ്റ്സ് ഇറ്റ്. ഈ വീഡിയോ കണ്ടവർക്കൊക്കെ നന്ദി. താങ്ക് യു.